പാക് സൈനിക മേധാവി അസിം മുനീറിന് ഭാരതത്തിന്റെ ചുട്ട മറുപടി. ആണവ ഭീഷണി ഭാരതത്തോട് ചെലവാകില്ലെന്ന വിദേശകാര്യ മന്ത്രാലയം. നിരുത്തരവാദപരമായ പ്രസ്താവനയാണ് പാക് സൈനിക മേധാവി നടത്തിയത്. നടപടി അപലപനീയമാണെന്നും ദേശീയ സുരക്ഷ ഉറപ്പുവരുത്തൽ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഭീകരവാദികളുമായി കൈകോർത്ത് നിൽക്കുന്ന സൈന്യത്തിന്റെ കൈവശം ആണവായുധങ്ങൾ സുരക്ഷിതമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് ചേർന്നുണ്ട്. ശ്രീകാന്ത്, ഭാരതത്തിന്റെ ശക്തമായ നിലപാട് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? ഈ അസിം മുനീർ അമേരിക്കയിൽ വെച്ചാണ് ഈ പ്രസ്താവന നടത്തുകയുണ്ടായത്, ആണവായുധ ഭീഷണി മുഴക്കുകയുണ്ടായത്. അതിനിപ്പോൾ ചുട്ട മറുപടി നിലവിൽ ഇന്ത്യ നൽകിയിരിക്കുന്നു. ആണവ ഭീഷണി ഇന്ത്യയോട് ചിലവാകില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. നിരുത്തരവാദപരമായ പ്രസ്താവനയാണ് പാക് സൈനിക മേധാവി നടത്തിയിട്ടുള്ളത് എന്ന് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു. നടപടിയെ അപലപിക്കുന്നതായും ഇന്ത്യ പറയുന്നു. ദേശീയ സുരക്ഷ ഉറപ്പുവരുത്താൻ ശക്തമായി മുന്നോട്ട് പോകും എന്നതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാട്. അസിം മുനീറിന്റെ നിരുത്തരവാദപരമായ പ്രസ്താവന അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭീകരവാദികളുമായി കൈകോർത്ത് നിൽക്കുന്ന പാക് സൈന്യത്തിന്റെ കൈവശം ആണവായുധങ്ങൾ സുരക്ഷിതമാണോ എന്നുള്ള കാര്യം ആലോചിക്കണം. അതിൽ സംശയമുണ്ട് എന്നുള്ള കാര്യവും ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇന്ത്യയുമായി സൗഹൃദത്തിലുള്ള മൂന്നാമതൊരു രാജ്യത്ത് ഈ പ്രസ്താവന നടത്തിയത് അപലപനീയമാണെന്നും വിദേശകാര്യ മന്ത്രാലയം പറയുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ കനത്ത തിരിച്ചടി നേരിട്ട് തല ഉയർത്താനാകാത്ത രീതിയിൽ തകർന്നടിഞ്ഞ പാകിസ്ഥാനാണ് ഈ മറ്റൊരു വിദേശ രാജ്യത്ത് പോയി നിന്ന് ഈ ഡയലോഗുകൾ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പരിഹാസ്യം. നിലവിൽ ഇന്ത്യ അതിന് ശക്തമായ മറുപടിയാണ് നൽകിയിട്ടുള്ളത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.